പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാക്കാം. ഇത് ഞാനിവിടെ പ്രതിപാദിക്കുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ബാങ്കിങ് സർവീസസ് ടു കസ്റ്റമേഴ്സ്. ബാങ്കിങ് സർവീസസ് ടു കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് അതിനെക്കുറിച്ച് അറിയാം. എന്താ ബാങ്കിങ് സർവീസസ് ടു കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ, കസ്റ്റമേഴ്സിന് ബാങ്കിന്റെ ഡിഫറന്റ് സേവനങ്ങൾ നൽകുക. ഇങ്ങനെ നൽകുന്നത് അത് ബാങ്ക് നേരിട്ട് നൽകും. കൂടാതെ നമ്മുടെ ബിസിനസ് കറസ്പോണ്ടന്റും ബിസിനസ് ഫെസിലിറ്റേറ്ററും ബാങ്കിങ് സർവീസസ് നൽകുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ട്? അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പം ബിസിനസ് കറസ്പോണ്ടന്റും ബിസിനസ് ഫെസിലിറ്റേറ്ററും റോള് അല്ലെങ്കിൽ അവര് നൽകുന്ന സേവനങ്ങൾ വളരെ വലുതാണ് ബാങ്കിന്. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ ബാങ്കിങ് സേവനങ്ങൾ അവര് നൽകുക. ഇതിൽ ഈ ചാപ്റ്ററിൽ 4 സെഷൻസാണ് ഉള്ളത്. ഒന്ന് ഷെഡ്യൂൾ ദി എക്സിക്യൂട്ടീവ് ഫോളോ അപ്പ്, 2 പോസ്റ്റ് സ്കെയിൽ കസ്റ്റമർ സർവീസസ്, 3 അഡ്വൈസിംഗ് കസ്റ്റമേഴ്സ് ഓൺ സർവീസസ് ഓർ പ്രൊഡക്ട്സ്, 4 അസിസ്റ്റിംഗ് വിത്ത് റിക്കവറീസ്. അത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതിൽ ഒന്നാമത്തെ സെഷൻ മാത്രമാണ് ഞാനിപ്പോ ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒന്നാമത്തെ സെഷൻ ഷെഡ്യൂൾ ദി എക്സിക്യൂട്ടീവ് ഫോളോ അപ്പ്. ഷെഡ്യൂൾ ദി എക്സിക്യൂട്ടീവ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഈ ബിസിനസ് കറസ്പോണ്ടന്റ് അല്ലെങ്കിൽ ബിസിനസ് ഫെസിലിറ്റേറ്റർ നേരെ കസ്റ്റമേഴ്സിന്റെ അടുത്താണ് പോവുക. മനസ്സിലാകുന്നുണ്ടോ? ബാങ്കിലല്ല, ബാങ്കിൽ തന്നിട്ടല്ല അവർ ബിസിനസ് പിടിക്കുന്നത്, ബാങ്കിന്റെ പുറത്താണ്. അപ്പൊ കസ്റ്റമേഴ്സിന്റെ വീട്ടിലോ കാര്യങ്ങളോ ഒക്കെ പോകുമ്പോൾ അതിന് ഒരു ഷെഡ്യൂൾ തയ്യാറാക്കണം. അങ്ങനെ പോകണം. പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒക്കെ അവരുടെ സംശയങ്ങളൊക്കെ തീർക്കണം. ഇതാണ് ഈ ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ എന്താണ് ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് തന്നെ ഷെഡ്യൂൾ എക്സിക്യൂട്ടീവ് ഫോളോ അപ്പ്. അപ്പൊ ഇങ്ങനെ ഷെഡ്യൂൾ എക്സിക്യൂട്ടീവ് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അതിനു മുമ്പേ നമുക്ക് അറിയേണ്ടത് ഈ ബിസിനസ് കറസ്പോണ്ടന്റിന്റെയും ബിസിനസ് ഫെസിലിറ്റേറ്ററുടെയും റോൾ എന്താണ് അവര് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത്. അപ്പം അവര് ചെയ്യുന്നത് ഒന്ന്, ടു ബ്രിങ്ങിങ് ന്യൂ കസ്റ്റമേഴ്സ് ടു ബാങ്ക്, അല്ലെങ്കിൽ ടു ഫെസിലിറ്റേറ്റ് ബ്രിങ്ങിങ് ന്യൂ കസ്റ്റമേഴ്സ് ടു ബാങ്ക്. ബാങ്കിൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ ബാങ്കിനെ സഹായിക്കും. അതാണ് അവർ ഒന്നാമത് ചെയ്യുന്നത്. 2, ടു മൊബിലൈസ് ബാങ്കിങ് ബിസിനസ്, ബാങ്കിങ് ബിസിനസ് മൊബിലൈസ് ചെയ്യുക. 3, ക്രിയേറ്റ് ആൻഡ് മാനേജ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് അറ്റ് ദി ഹോം ഓഫ് ദി കസ്റ്റമർ ഓർ സെന്റർ ഓഫ് ദി കസ്റ്റമർ. ഈ 3 കാര്യങ്ങളാണ്. കുറേ കാര്യങ്ങൾ ഈ ബിസിനസ് കറസ്പോണ്ടന്റും ബിസിനസ് ഫെസിലിറ്റേറ്ററും ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് ഈ 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം ഒന്ന്, ഫെസിലിറ്റേറ്റ് ടു ബ്രിങ് ന്യൂ കസ്റ്റമേഴ്സ് ടു ദി ബാങ്ക്. രണ്ടാമത്, മൊബിലൈസ് ബാങ്കിങ് ബിസിനസ്. തേർഡ് വൺ, മാനേജ് ആൻഡ് ക്രിയേറ്റ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് അറ്റ് ദി ഹോം ഓർ സെന്റർ ഓഫ് ദി കസ്റ്റമർ. ഈ 3 എണ്ണം പ്രധാനമായിട്ടും അവർ ചെയ്യുന്നത്. പിന്നെ അവര് ക്യാഷ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ അവർക്ക് പരിമിതിയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അനുവാദമില്ല. എങ്കിലും അവർ ചെറിയ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ക്യാഷ് ട്രാൻസാക്ഷൻസ് അവർ ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം പൊതുവായിട്ട്. അപ്പോൾ ബാക്കിയുള്ള ഈ 3 കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അതായത് ബ്രിങ്ങിങ് ന്യൂ കസ്റ്റമേഴ്സ് ടു ദി ബാങ്ക്, മൊബിലൈസ് ബാങ്കിങ് ബിസിനസ്, ആൻഡ് ക്രിയേറ്റ് ആൻഡ് മാനേജ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് അറ്റ് ദി സെന്റർ ഓർ ഹോം. ഈ 3 എണ്ണം ചെയ്യുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫെസിലിറ്റേറ്റർ? അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫെസിലിറ്റേറ്റർ ആവശ്യം എന്താ? ആവശ്യം എന്ന് പറഞ്ഞാൽ അവര് ശരിക്ക് കസ്റ്റമറുടെ സമീപത്ത് എത്തിയിട്ട് കാര്യങ്ങൾ നീക്കുക. അതായത് കസ്റ്റമറെ സമീപത്ത് എത്തിയിട്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരാണ് ഈ ബിസിനസ് കറസ്പോണ്ടന്റും ബിസിനസ് ഫെസിലിറ്റേറ്ററാണ്. അപ്പൊ ഇവര് എന്തിനു വേണ്ടിയിട്ടാണ് വീട്ടിൽ പോകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് കസ്റ്റമറെ കാണുന്നത്? അതിൽ ചില കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പം അതായത് ദി ബി ഫീ ഓർ
BF or BC വിസിറ്റ് കസ്റ്റമേഴ്സ് ഫോർ എന്തിനു വേണ്ടിയിട്ട്? അതിലൊന്ന് ടു പ്രൊവൈഡ് നോളജ് അബൌട്ട് വേരിയസ് ബാങ്കിങ് പ്രൊഡക്ട്സ്. ടു പ്രൊവൈഡ് നോളജ് അബൌട്ട് വേരിയസ് ബാങ്കിങ് പ്രൊഡക്ട്സ്. അതായത് ഇവർ വീട്ടിൽ പോകുന്നതിനാണ് ഒന്ന് ഈ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാൻ. ഇന്ന ഡെപ്പോസിറ്റ് ഉണ്ട്, ഇന്ന തരം അക്കൗണ്ട് ഉണ്ട്, ഇന്ന തരം ഇൻഷുറൻസ് സ്കീമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ആരാ കസ്റ്റമേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് പോകുന്നത്, ഇവരുടെ സെന്ററിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കാണുന്നത്. ടു പ്രൊവൈഡ് ടു ഇമ്പാർട്ടിംഗ് നോളജ് അബൌട്ട് വേരിയസ് ബാങ്കിങ് പ്രൊഡക്ട്സ്. രണ്ടാമത്തത് ഫെസിലിറ്റേറ്റിംഗ് ഓപ്പണിംഗ് വേരിയസ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് സഹായിക്കും, ഫെസിലിറ്റേറ്റ് സഹായിക്കും. അതായത് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക, മറ്റുള്ള എന്തെങ്കിലും ഫോം വേണമെങ്കിൽ അതെല്ലാം ചെയ്തു കൊടുക്കുക, എങ്ങനെ KYC അതെല്ലാം ചെയ്തു കൊടുക്കുക, അങ്ങനെ അതെല്ലാം അതിൽ പൊട്ടും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഫെസിലിറ്റേറ്റിംഗ് ഓപ്പണിംഗ് ന്യൂ അക്കൗണ്ട്സ്, പുതിയ അക്കൗണ്ട്. ഒബ്റ്റെയിനിങ് ലോൺ ആപ്ലിക്കേഷൻ ആൻഡ് വെരിഫൈ. ലോൺ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുക, അതായത് ജനങ്ങളുടെ അടുത്ത് ലോൺ വേണ്ടുന്നിടത്തെല്ലാം പോയിട്ട് അപേക്ഷ സ്വീകരിക്കുക, അത് വെരിഫൈ ചെയ്ത് നോക്കുക, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് നോക്കുക. പിന്നെയോ കംപ്ലീഷൻ ഓഫ് KYC നോംസ്. KYC നോംസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ KYC നോ യുവർ കസ്റ്റമേഴ്സിൽ എന്തെങ്കിലും, അതായത് അവരുടെ അഡ്രസ്സ് അതുപോലെ ID പ്രൂഫ് അത് ശരിയാണോ, കൊടുത്തത് ശരിയാണോ, അല്ലെങ്കിൽ എല്ലാം കൊടുത്തിനോ എന്ന് നോക്കുക. പിന്നെയോ മാർക്കറ്റിംഗ് ഇൻഷുറൻസ്, മാർക്കറ്റിംഗ് ഓഫ് ഇൻഷുറൻസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് മാർക്കറ്റിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബിസിനസ് കറസ്പോണ്ടന്റ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നോളജ്, ഇമ്പാർട്ടിംഗ് നോളജ് അബൌട്ട് വേരിയസ് ബാങ്കിങ് പ്രൊഡക്ട്സ്, പിന്നെ ഒബ്റ്റെയിനിങ് ലോൺ ആപ്ലിക്കേഷൻ ആൻഡ് വെരിഫൈയിങ് ഇറ്റ്, ഫെസിലിറ്റേറ്റിംഗ് ഓപ്പണിംഗ് ഓഫ് ന്യൂ ബാങ്ക് അക്കൗണ്ട്, completion of KYC norms, providing or marketing insurance and mutual fund. ഇത് കൂടാതെ BCBF ചെയ്യുന്നത് അവരെ ഡെപ്പോസിറ്റിന് സഹായിക്കും, അതായത് പൈസ ബാങ്കിൽ അടക്കാൻ സഹായിക്കുക, അല്ലെങ്കിൽ പൈസ മേടിച്ചിട്ട് കൊണ്ടുപോയിട്ട് ബാങ്കിൽ അടക്കുക. വിഡ്രോവൽ സഹായിക്കുക. വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ ATM ഉപയോഗിച്ചിട്ട്, അതായത് ഇപ്പോൾ മൊബൈൽ ATM ഉണ്ട്, അത് ഉപയോഗിച്ച് വീട്ടിൽ പോയിട്ട് തന്നെ അവർക്ക് പൈസ വിഡ്രോ ചെയ്ത് കൊടുക്കുക. ചെറിയ എമൗണ്ട് ആണെങ്കിൽ ഇവർ കൊടുക്കും. പിന്നെ റെസീറ്റ് കൊടുക്കുക, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വേണമെന്നവർക്ക് അങ്ങനെ കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്യുന്നുണ്ട്? ഈ BCBF വീട്ടിൽ പോയി. അപ്പോൾ BCBF എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് കറസ്പോണ്ടന്റ് എന്തിനു വേണ്ടി അവർ വീട്ടിൽ പോയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം കുറെ നമ്മുടെ ബാങ്കിങ് പ്രൊഡക്ട്സിനെ, അതായത് ഡെപ്പോസിറ്റിനെ കുറിച്ചിട്ടും ഇൻഷുറൻസിനെ കുറിച്ചിട്ടും ലോണിനെ കുറിച്ചിട്ടും അവർക്ക് വിവരങ്ങൾ കൊടുക്കുന്നതിന് പുറമെ അവർ വിഡ്രോ ചെയ്യാൻ സഹായിക്കുന്നു, വീട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു വീട്ടിൽ. അതുപോലെ മിനി സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ അത് കൊടുക്കുന്നു, മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയുള്ള. പിന്നെ റെസീറ്റ് വേണമെങ്കിൽ, ഇപ്പം ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ റെസീറ്റ് വേണമെങ്കിൽ അത് എടുത്തു കൊടുക്കുന്നു, അങ്ങനെ. പിന്നെ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ലോൺ, പിന്നെ ചെറിയ ലോണ് അവർ ഡിസ്ബേഴ്സ്മെന്റ് ചെയ്യുന്നുണ്ട്, അവിടെ തന്നെ വീട്ടിൽ നിന്ന് കൊടുക്കും ചെറിയ എമൗണ്ട്. പിന്നെ അതുപോലെ റെസീറ്റ് ആൻഡ് സ്ക്രൂട്ടനി ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ, അതായത് ഫിനാൻഷ്യൽ ഡാറ്റ സ്ക്രൂട്ടനി ചെയ്യാം. എക്സിസ്റ്റിംഗ് ക്രെഡിറ്റ് ലിമിറ്റ്, അപ്പോൾ ഫിനാൻഷ്യൽ ഡാറ്റ റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പരിശോധിച്ച് അവർക്ക് തെറ്റുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ ശരിയാണ്, നിങ്ങൾക്ക് ഇത്ര, അപ്പോൾ ഒരാൾ സംശയം ചോദിക്കുമ്പോൾ അതിനെതിരായിട്ട് ആ സംശയങ്ങൾ തീർത്തു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. അസിസ്റ്റൻസ് ഇൻ റിക്കവറി ഡ്രൈവ്സ് അഗെയിൻസ്റ്റ് ബാങ്ക് ഡെറ്റ്, അതായത് ബാങ്ക് ഡെറ്റ് പിന്നെ ലോൺ തിരിച്ചടക്കാനുണ്ടെങ്കിൽ അതിനെ സഹായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്? BCBF അല്ലെങ്കിൽ BC ബിസിനസ് കറസ്പോണ്ടന്റും ബിസിനസ് ഫെസിലിറ്റേറ്ററും വീട്ടിൽ പോയിട്ട് ചെയ്യുന്നത്. അവരെന്തിനു വേണ്ടി ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെന്ന് അവർ മനസ്സിലാക്കുക. പിന്നെ അവർ എങ്ങനെ ഈ പോകുന്നത്, അപ്പം അവർ പ്ലാൻ ചെയ്യണം, ഷെഡ്യൂൾ ചെയ്യണം. അതുകൊണ്ട് ഈ ചാപ്റ്ററിന്റെ പേരിനകത്ത് വന്നത്. അപ്പോൾ ഷെഡ്യൂൾ ചെയ്യുന്ന ആദ്യം എന്ത് ചെയ്യുക? പ്ലാനിങ് ടൈം ഓഫ് ദി വിസിറ്റ്,
ഡേ ഓഫ് ദി വിസിറ്റ്, പ്ലേസ് ഓഫ് ദി വിസിറ്റ്. ഈ മൂന്നെണ്ണം അവർ പ്ലാൻ ചെയ്യണം. ടൈം, ഡേറ്റ്, പ്ലേസ്, ഇത് മൂന്ന്. അപ്പോൾ കസ്റ്റമേഴ്സ് വീട്ടിലുള്ള ടൈം അറിയണം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ സെന്ററിലുള്ള ടൈം അറിയണം, അല്ലെങ്കിൽ എപ്പോഴാണോ കസ്റ്റമേഴ്സിന്റെ അടുത്ത് വരേണ്ടത് എന്ന് ഇവർ കസ്റ്റമേഴ്സുമായിട്ട് ഒരു ആദ്യം ഇന്ററാക്ട് ചെയ്തതിന് ശേഷമേ വീട്ടിൽ പോകും. അപ്പോൾ ഒരു പ്ലാനിങ് വേണം. അപ്പം പ്ലാനിങ് ദി ടൈം, പിന്നെ ഡേ, ഏത് ദിവസമാണ് വരേണ്ട, പിന്നെ എപ്പോൾ, ഏത് ഡേറ്റിന്, ഏത് തീയതിക്കാണ് വേണ്ടത്. അപ്പോൾ ടൈം, ഡേറ്റ്, ഡേ, ഇത് മൂന്ന് ഓർമ്മിക്കും. അപ്പോൾ ഇങ്ങനെ ഫിക്സ് ചെയ്യണം. അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും പറയാനില്ല. ടൈം ഫിക്സ് ചെയ്യുക, ഡേ ഫിക്സ് ചെയ്യുക, ഡേറ്റ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പേ ഈ കസ്റ്റമേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്തതിന് ശേഷമേ ഇത് ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഫിക്സ് ചെയ്ത് പോകുമ്പോൾ ചില സ്റ്റെപ്പുകൾ ആരെടുത്തിരിക്കണം? ഈ ബിസിനസ് കറസ്പോണ്ടന്റ് ആയാലും ബിസിനസ് ഫെസിലിറ്റേറ്റർ ആയാലും എടുത്തിരിക്കണം. അതിലൊന്നാണ് അവര് രജിസ്റ്റർ അല്ലെങ്കിൽ ഡയറി അവരുടെ അടുത്തുണ്ടായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ രജിസ്റ്ററിൽ പ്രീവിയസ് വിസിറ്റിന്റെ കാര്യങ്ങളുണ്ടാവും. ഇനി വിസിറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം. രജിസ്റ്ററിൽ രേഖപ്പെടുത്താം. ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്നാളെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അയാളുടെ കാര്യങ്ങൾ എന്നൊക്കെയാണെന്നെല്ലാം അതിൽ. അപ്പോൾ രജിസ്റ്ററും ഡയറിയും വേണം. പിന്നെ അപ്ഡേറ്റ് ദി ഇൻഫർമേഷൻ അബൌട്ട് ദി കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ പുതുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ അഡ്രസ്സ് മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അഡ്രസ്സ്, അതുപോലെ അവരെ എന്താണ് ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ ആധാറിൽ ചില തിരുത്തലുകൾ വന്നിട്ടുണ്ടാവും. അതൊക്കെ അവരെന്ത് ചെയ്യണം? ഈ സമയത്ത് പോകുമ്പോൾ മനസ്സിലാക്കണം. പിന്നെ ക്യാരി ഡീറ്റെയിൽസ് ഓഫ് വേരിയസ് പ്രൊഡക്ട്സ്, അതായത് ഈ ബാങ്കിങ് പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുപോകണം. പുതിയ പ്രൊഡക്ട്സ് എന്തെങ്കിലും ഉണ്ടോ, പുതിയ തരം ലോൺ കൊടുക്കുന്നുണ്ടോ, പുതിയ തരം ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഈ BC BF കൊണ്ടുപോകണം. പിന്നെ ഡ്യൂറിംഗ് ദി വിസിറ്റ് ചെയ്യുമ്പോൾ ഇഷ്യൂ റിലേറ്റഡ് ടു എക്സിസ്റ്റിംഗ് അക്കൗണ്ട്സ്, അതായത് പഴയ അക്കൗണ്ടിനെ കുറിച്ച് എന്തെങ്കിലും ഇവർക്ക് പ്രശ്നമുണ്ടോ എന്ന് BC ചോദിച്ച് അറിയണം. ഇപ്പം ചുരുക്കിയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു BC BFന്റെ റോള് ഒന്ന് പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരിക, രണ്ട് ബാങ്കിങ് ബിസിനസ് മൊബിലൈസ് ചെയ്യുക, മൂന്ന് ക്രിയേറ്റ് ആൻഡ് മാനേജ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. അപ്പൊ ഇവര് എന്തിനു വേണ്ടിയിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അതായത് പുതിയ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി സഹായിക്കുക, ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും KYC നോംസിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ അവരൊരു ഷെഡ്യൂള് അല്ലെങ്കിൽ ഒരു പ്ലാൻ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഡേ, ടൈം, പ്ലേസ്, ഡേ, ടൈം, പ്ലേസ്, അല്ലെങ്കിൽ ടൈം, ഡേറ്റ്, പ്ലേസ്, ഇത് മൂന്നും അവർ ഫിക്സ് ചെയ്യണം. അങ്ങനെ ഫിക്സ് ചെയ്തിട്ട് പോകുമ്പോൾ ഒരു രജിസ്റ്റർ കയ്യിൽ വെക്കണം. അതിന് അവരെ പഴയ അക്കൗണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. ബാങ്കിന്റെ പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അവർക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ എക്സിസ്റ്റിംഗ് ബാങ്കിങ് ട്രാൻസാക്ഷന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ അവർ തീർത്തു കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത്. ഇനി ഇവർക്ക് ലോൺ ഇപ്പൊ ഇങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ ലോൺ പ്രൊവൈഡ് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? മറ്റുള്ള ബാങ്കിങ് ട്രാൻസാക്ഷൻ, വിഡ്രോവല്, അവരുടെ ഡെപ്പോസിറ്റ് എല്ലാം അനുവദിക്കും. അപ്പോൾ അതിൽ BC BF ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ലോൺ ആവശ്യമുണ്ടാകുമ്പോൾ, കസ്റ്റമേഴ്സിന് ലോൺ ആവശ്യമുണ്ടാകുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ഈ BC BF അറിഞ്ഞിരിക്കണം. ഒന്ന്, ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കസ്റ്റമേഴ്സിന്റെ സാമ്പത്തിക നില, അയാൾ ഏത് ജോലിക്കാരനാണ്, എത്ര ശമ്പളം കിട്ടുന്നു എന്ന് അറിഞ്ഞിരിക്കണം. പിന്നെയോ ഹിസ് റീപേയ്മെന്റ് കപ്പാസിറ്റി, അയാൾക്ക് എത്ര ശമ്പളമുണ്ട്, അയാൾക്ക് ലോൺ എടുത്താൽ ഇപ്പോൾ 10 ലക്ഷം രൂപ ലോൺ എടുത്താൽ അയാൾക്ക് മാസത്തിൽ 20,000 രൂപ തിരിച്ചടക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 10,000 രൂപ തിരിച്ചടക്കാൻ കഴിവുണ്ടോ. അപ്പോൾ റീപേയിങ് കപ്പാസിറ്റി, അതിന് കണക്കായിട്ട് അവർ ലോൺ കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലാകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ലോൺ, എത്ര എമൗണ്ട് വരെ ഇയാൾക്ക് കൊടുക്കാം, അത് ആര് നിശ്ചയിക്കണ. പിന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, എന്ന് പറയാൻ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഈട് വെക്കുന്ന ഡോക്യുമെന്റ്സ് എന്തെല്ലാമാണോ ഉള്ളത് അതൊക്കെ ഈ
ആര് ബിസിനസ് കറസ്പോണ്ടന്റ്, ബിസിനസ് ഫെസിലിറ്റേറ്റർ അറിഞ്ഞിരിക്കണം. അപ്പം എന്താണ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബോറോവർ, റീപേയിങ് കപ്പാസിറ്റി ഓഫ് ദി ബോറോവർ, എമൗണ്ട് ഓഫ് ലോൺ, ഡോക്യുമെന്റ്സ്. ഈ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കൂടാതെ ഈ ലോൺ എത്ര തരമുണ്ട്, ടേം ലോൺ ഉണ്ട്. ടേം ലോണിൽ തന്നെ 3 തരമുണ്ട്: ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം. അത് നിങ്ങളുടെ ടെസ്റ്റിലില്ലെങ്കിലും ടേം ലോൺ പറയുന്നത് അസറ്റ് വെച്ചിട്ട് ലോൺ എടുക്കുന്നതിന് ടേം ലോൺ ഇതിൽ പറയുന്നത്. എങ്കിലും ടേം ലോൺ എന്ന് പറയുന്നത് ഷോർട്ട് ടേം 1 കൊല്ലത്തേക്ക്, മീഡിയം ടേം 1 കൊല്ലം മുതൽ 5 കൊല്ലം വരെ, ലോങ് ടേം 5 കൊല്ലം മുതൽ ഉള്ള അങ്ങോട്ടുള്ള എത്ര കൊല്ലത്തേക്കുള്ള ലോണിനും ലോങ് ടേം എന്ന് പറയും. അപ്പൊ അങ്ങനെ ലോങ് ടേം കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കണം, എത്ര അതിന്റെ ഈട് വാങ്ങണം, അങ്ങനെയല്ല. അപ്പോൾ എത്ര തരം ലോൺ ഉണ്ടെന്ന് അവരറിഞ്ഞിരിക്കണം. പിന്നെ ക്യാഷ് ക്രെഡിറ്റ്, ഡേ ടു ഡേ വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാനാണ് ക്യാഷ് ക്രെഡിറ്റ്. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് പിന്നെ അങ്ങനെയുള്ളൊരു ലോണും ഉണ്ട്. പിന്നെ പേഴ്സണൽ ലോൺ ഉണ്ട്. അത് ട്രാവല്, മെഡിക്കൽ, എഡ്യൂക്കേഷന് എക്സ്പെൻസസ് അതെല്ലാം മീറ്റ് ചെയ്യാനാണെങ്കിൽ പേഴ്സണൽ ലോൺ കൊടുക്കണം. കൂടാതെ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞാൽ വീട്ടിൽ എക്യുപ്മെന്റ്സ്, അതായത് ഹൗസ് ഹോൾഡ് എക്യുപ്മെന്റ്സ് വാങ്ങാനും പേഴ്സണൽ ലോൺ കൊടുക്കും. അപ്പോൾ പേഴ്സണൽ ലോണും ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കൊടുക്കും. അതുപോലെ ഈ ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ എന്ന് ഇയാൾ ചെക്ക് ചെയ്യണം ലോൺ കൊടുക്കുന്നതിന് മുമ്പേ. പ്രൊവൈഡ് അഡീഷണൽ ലോൺ ഫോർ മീറ്റിംഗ് ഫർദർ റിക്വയർമെന്റ്സ്. അപ്പോൾ ലോൺ കൊടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അയാളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, റീപേയിങ് കപ്പാസിറ്റി, അതുപോലെ തന്നെ അയാളുടെ ബിസിനസ് പ്രോഫിറ്റബിളായിട്ട് റൺ ചെയ്യുന്നുണ്ടോ, നല്ല രീതിയിൽ ലാഭത്തിൽ പോകുന്നുണ്ടോ, ഇനി ഇയാൾക്ക് ലോൺ വേണോ, പിന്നെ അയാൾക്ക് ഇത് തിരിച്ചടക്കാനുള്ള കഴിവ് ഉണ്ടോ. അങ്ങനെ കൊടുക്കുമ്പോൾ അയാൾക്ക് ഏത് തരം ലോണാണ് കൊടുക്കേണ്ടത്. അത് പേഴ്സണൽ ലോണാണോ, അതുപോലെ ക്യാഷ് ക്രെഡിറ്റ് ആണോ, അതുപോലെ തന്നെ കുറേ ടൈപ്പ് ലോണുകളുണ്ട്. സാധാരണ ലോങ് ടേം ലോണ്, പിന്നെ അതുപോലെ ഹൗസിംഗ് ലോണുണ്ട്, ഈ കാർ ലോൺ, അതെല്ലാം പേഴ്സണൽ ലോണിൽ വരും. അതൊന്നെങ്കിൽ അങ്ങനെ വിശദമായിട്ട് പഠിക്കാനില്ലെങ്കിലും അങ്ങനെയുള്ള ലോണുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലോൺ കൊടുക്കുന്നതും അതിൻ്റെ അപ്ലിക്കേഷനൊക്കെ പൂരിപ്പിച്ച് ബാങ്കിൽ സമർപ്പിക്കുന്നതും സാങ്ഷനാകും. ചിലപ്പം കുറച്ച് ദിവസം പിടിക്കുമായിരിക്കും ലോൺ. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ മുഴുവൻ പേപ്പറുകളും കാര്യങ്ങളൊക്കെ നീക്കുന്നത് ഈ ബിസിനസ് കറസ്പോണ്ടന്റും ബിസിനസ് ഫെസിലിറ്റേറ്ററും. പിന്നെ അവർ ചെയ്യുന്നത് ഇൻഷുറൻസ് സർവീസസ് ആണ്. അതുപോലെ മ്യൂച്വൽ ഫണ്ടും. ഇൻഷുറൻസ് 2 തരം ഉള്ളത്. ഒന്ന് ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും. ദി റിസ്ക് ഓഫ് ലോസ് ഓഫ് ലൈഫ് ഓഫ് എ പേഴ്സൺ ഈസ് കവേർഡ് ബൈ ലൈഫ് ഇൻഷുറൻസ്. അതായത് ഒരു വ്യക്തിയുടെ ജീവൻ സംരക്ഷിക്കുന്നതാണ് ലൈഫ് ഇൻഷുറൻസ്. ദി റിസ്ക് ഓഫ് ലോസ് ഓഫ് അസറ്റ് ഡ്യൂ ടു തെഫ്റ്റ് ഓർ ഫയർ ഈസ് കവേർഡ് ബൈ ജനറൽ ഇൻഷുറൻസ്. അതായത് ഒരു വ്യക്തിയുടെ ജീവൻ സംരക്ഷിക്കുന്നത് ലൈഫ് ഇൻഷുറൻസും, ജീവനല്ലാതെ മറ്റു വസ്തുക്കളുടെ സംരക്ഷണം ചെയ്യുന്നത് ജനറൽ ഇൻഷുറൻസാണ്. അപ്പോൾ ഒരു നിശ്ചിത കാലത്തേക്ക് പിന്നെ ഒരു വ്യക്തിയുടെ ജീവൻ പോയിട്ടില്ലെങ്കിൽ അയാൾക്ക് ആ നിശ്ചിത കാലം കഴിഞ്ഞ് പൈസ കിട്ടും. മരിച്ചാൽ ആ സമയത്ത് മരിച്ച സമയത്ത് പൈസ കിട്ടും. അതാണ് ലൈഫ് ഇൻഷുറൻസ്. ജനറൽ ഇൻഷുറൻസ് 1 കൊല്ലത്തേക്ക് എടുക്കും. അതായത് ഒരു വീടിന് 1 കൊല്ലത്തേക്ക് ഇത്ര പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ ആ 1 കൊല്ലം വരെ വീട് സംരക്ഷിക്കും. ആ വീട് നഷ്ടപ്പെട്ടാൽ അത് ആ പൈസ തിരിച്ചു കിട്ടും. അതുപോലെ BCBF ഹെൽപ്പ് കസ്റ്റമേഴ്സ് ടു ഒബ്റ്റെയിനിങ് ഇൻഷുറൻസ് കവർ ത്രൂ ഇൻഷുറൻസ് കമ്പനീസ്. അതായത് ഇൻഷുറൻസ് കമ്പനീസിലൂടെ ഇൻഷുറൻസ് കവർ ചെയ്തു കൊടുക്കും ആരെ BCBF. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഷെഡ്യൂൾ ദി എക്സിക്യൂട്ടീവ് ഫോളോ അപ്പ് എന്ന ചാപ്റ്ററിലൂടെ പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ഇതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ നോട്ട് തന്നെ പിന്നെ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കാം. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ്സുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.